രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ദേവസ്വം ബോർഡ് LD ക്ലർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേരളീയ ക്ഷേത്രകലകൾ, അതായത് ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഭാഗമാണ് കേരളീയ ക്ഷേത്രകലകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അഭിനയിച്ച് അവതരിപ്പിക്കുന്ന ഏക അംഗ അഭിനയമാണ് ചാക്യാർകൂത്ത്. അപ്പോൾ ചോദിക്കാം, ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് പുരാണ കഥകളെയും കഥാപാത്രങ്ങളെയും അഭിനയിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഏക അംഗ അഭിനയം. അടുത്തത് സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. അപ്പോൾ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് നങ്ങ്യാർ കൂത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപം. പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. പുരുഷാർത്ഥങ്ങൾ 4 ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് പുരുഷാർത്ഥങ്ങൾ. അവയെക്കുറിച്ച് അറിവ് നൽകുന്ന കലാരൂപമാണ് ചാക്യാർകൂത്ത്. ഇനി ചാക്യാർകൂത്തിലെ പക്കമേളം അല്ലെങ്കിൽ ചാക്യാർകൂത്തിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് മിഴാവാണ്. മിഴാവ് കൊട്ടുന്നത് നമ്പ്യാരും നങ്ങ്യാരും ചേർന്നിട്ടാണ്. അപ്പോൾ മിഴാവ് ആണ് ചാക്യാർകൂത്തിലെ പക്കമേളം. അത് കൊട്ടുന്നത് നങ്ങ്യാരും നമ്പ്യാരും കൂടെ ചേർന്നിട്ടാണ്. അടുത്തത് സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. കേരളത്തിൽ യക്ഷഗാനം നിലവിലുള്ള ജില്ല അത് കാസർഗോഡാണ്. ബയലാട്ടം എന്നറിയപ്പെടുന്നതും യക്ഷഗാനം തന്നെയാണ്. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് പാർത്തി സുബ്ബ. യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവ് പാർത്തി സുബ്ബയാണ്. യക്ഷഗാനം പ്രചാരത്തിൽ ഉള്ളത് എവിടെയാണെന്ന് PSCക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ LD ക്ലർക്കിനും അത് പ്രതീക്ഷിക്കാം. അപ്പോൾ കാസർഗോഡാണ്, അതായത് കർണാടക സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ് യക്ഷഗാനം. അപ്പോൾ കാസർഗോഡിനോട് ചേർന്നാണ് നമ്മുടെ കർണാടക ഉള്ളത്. അതുകൊണ്ട് തന്നെ കാസർഗോഡിലാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ യക്ഷഗാനം എന്നുള്ള പറയുന്ന കലാരൂപം നിലവിലുള്ളത്. രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബമാക്കി അവതരിപ്പിക്കുന്ന കലയാണ് യക്ഷഗാനം. അപ്പോൾ ചോദിക്കാം, രാമായണം, മഹാഭാരതം എന്നീ കൃതികളെ അവലംബകമാക്കി അവതരിപ്പിക്കുന്ന കല ഏതാണ്? യക്ഷഗാനമാണ്. കേരളീയമായിട്ടുള്ള ആദ്യത്തെ നൃത്ത നാടകം എന്നറിയപ്പെടുന്നത് കൃഷ്ണനാട്ടമാണ്. കേരളീയമായ ആദ്യത്തെ നൃത്ത നാടകം എന്നറിയപ്പെടുന്നത് കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടത്തിൻ്റെ പ്രതിപാദ്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ കൃഷ്ണനാട്ടത്തിൻ്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങൾ. അതേപോലെ തന്നെ 8 ദിവസമാണ് ഈ കൃഷ്ണനാട്ടം. 8 ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം. അഷ്ടപതിയാട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണനാട്ടമാണ്. കൃഷ്ണഗീതി രചിച്ചത് മാനവേദൻ സാമൂതിരിയാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും മാനവേദൻ സാമൂതിരിയാണ്. കൃഷ്ണനാട്ടത്തിൻ്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ മാനവേദൻ സാമൂതിരി. മാനവേദൻ സാമൂതിരി കൃഷ്ണഗീതി ഏത് കൃതിയുടെ പ്രചോദനമായി രചിച്ചതാണെന്ന് ചോദിച്ചാൽ ജയദേവ കവികളുടെ ഗീതാ ഗോവിന്ദത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കൃഷ്ണഗീതി എന്ന് പറയുന്ന കൃതി രചിച്ചത്. അതേപോലെ തന്നെ രാമനാട്ടം അതിൽ പ്രതിപാദിക്കുന്നത് പുത്രകമോഷ്ടി മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ്. രാമനാട്ടം പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പുത്രകമോഷ്ടി മുതൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ്. രാമനാട്ടത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ് കേട്ടോ. അതായത് വീരകേരളവർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. കൊട്ടാരക്കര ഇളമുറ തമ്പുരാനായ വീരകേരളവർമ്മ രാമായണത്തെ 8 ദിവസത്തെ കഥയാക്കി വിഭജിച്ച് നിർമ്മിച്ച രാമനാട്ടമാണ് പിൽക്കാലത്ത് കഥകളിയായി പരിണമിച്ചത്. അപ്പോൾ രാമനാട്ടമാണ് കഥകളിയുടെ മുൻകാല രൂപം. കേരളത്തിൻ്റെ തനത് ക്ഷേത്രകലയായ രാമായണത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.